WWE-യിൽ ചാമ്പ്യൻഷിപ്പുകൾക്ക് വേണ്ടിയിട്ട് മത്സരം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് മത്സരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും 2005-ൽ ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് വേണ്ടിയിട്ട് റൈ മിസ്റ്റീരിയോയും എഡ്ഡി ഗെറേറോയും കൂടിയായിരുന്നു മത്സരം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ ഒരു മത്സരത്തിൽ ആര് വിജയിക്കുന്നോ അവർക്ക് ഡൊമിനിക് മിസ്റ്റീരിയോയെ കസ്റ്റഡിയിൽ കിട്ടും, അഥവാ ഡൊമിനിക് മിസ്റ്റീരിയോയെ വിട്ടുകിട്ടും എന്നുള്ള ഒരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ? 2005-ൽ ഡൊമിനിക് മിസ്റ്റീരിയോ റൈ മിസ്റ്റീരിയോയുടെ മകനല്ല തന്റെ മകനാണെന്ന് പറഞ്ഞ് എഡ്ഡി ഗെറേറോ വന്നത് മുതലായിരുന്നു ഈ കഥയുടെ ടേണിംഗ് പോയിന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് വേണ്ടി ഇവർ തമ്മിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഫൈറ്റിനെ കുറിച്ചാണ്, സ്റ്റോറി ലൈനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. ഈ കഥയുടെ എല്ലാം തന്നെ തുടക്കം റെസിൽമേനിയ 21-ലാണ്. ഈ ഒരു സമയത്ത് എഡ്ഡി ഗെറേറോയും റൈ മിസ്റ്റീരിയോയുമാണ് WWE ടാഗ് ടീം ചാമ്പ്യന്മാരായി നിൽക്കുന്നത്. ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു ഇവർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്ന ഡിസിഷൻ. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം ഒരു ഹറിക്കാനറ ചെയ്തുകൊണ്ട് റോളപ്പ് പിന്നിലൂടെ റൈ മിസ്റ്റീരിയോ തന്നെ വിജയിക്കുകയുണ്ടായി. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടന്ററെ കണ്ടെത്താൻ വേണ്ടി ഒരു മാച്ച് നടക്കുകയുണ്ടായി. റൈ മിസ്റ്റീരിയോ വേഴ്സസ് JBL തമ്മിലായിരുന്നു മാച്ച് നടന്നത്. ആ ഒരു മാച്ചിന്റെ ഇടയ്ക്ക് JBLന്റെ ടീമായിട്ടുണ്ടായിരുന്ന ഓർലാൻഡോ ജോർഡാൻ ഇന്റർഫിയർ ചെയ്യുകയും ഓർലാൻഡോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എഡ്ഡി ഗെറേറോയും കൂടി വരികയുണ്ടായി. എഡ്ഡി വന്നപ്പോൾ എഡ്ഡിയെ JBL അറ്റാക്ക് ചെയ്തു. പക്ഷെ അതിൽ നിന്നും മാറി റൈ മിസ്റ്റീരിയോ JBLനെ അറ്റാക്ക് ചെയ്ത് പിൻ ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ അറ്റാക്ക് ചെയ്തതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി എഡ്ഡി വന്ന് ആ ഒരു മാച്ച് കുളമാക്കി. അങ്ങനെ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ JBL വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. റൈ മിസ്റ്റീരിയോയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ കാർലിറ്റോയുടെ ഒരു ഷോ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ റൈ മിസ്റ്റീരിയോ ആയിരുന്നു ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കാർലിറ്റോ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കിയതും. അപ്പോൾ റേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ ഫാമിലിയാണ്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് തന്നെ തീർക്കാൻ അറിയാം. പക്ഷെ കാർലിറ്റോ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എഡ്ഡിക്ക് നിന്നോട് ജലസിയാണ്, എഡ്ഡിക്ക് നിന്നോട് അസൂയയാണ്, അതുകൊണ്ടാണ് നിന്റെ മാച്ച് കുളമാക്കാൻ വേണ്ടി എഡ്ഡി കഴിഞ്ഞ വീക്കിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്നെല്ലാം തന്നെ. അപ്പോഴായിരുന്നു ജോൺ മോറിസൺ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പഴയ ജോണി നൈട്രോയുടെ ഡെബ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. MNM എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടീമിലായിരുന്നു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. പുതിയൊരു ടാഗ് ടീമാണ് ഇവർ എന്നെല്ലാം തന്നെ പറഞ്ഞു. MNM വന്ന ഉടനെ തന്നെ റൈ മിസ്റ്റീരിയോയെ അവിടെ വെച്ച് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. മിസ്റ്റീരിയോയുടെ ടീമായിട്ടുണ്ടായിരുന്ന എഡ്ഡി ഗെറേറോ റൈ മിസ്റ്റീരിയോയെ രക്ഷിക്കാൻ വേണ്ടി അവിടേക്ക് എത്തിയത് കൂടിയില്ലായിരുന്നു. അതേ ദിവസം തന്നെ എഡ്ഡി ഗെറേറോ വേഴ്സസ് കർട്ട് ആംഗിൾ തമ്മിലുള്ള നമ്പർ 1 കണ്ടന്റർ മാച്ച് നടക്കുകയുണ്ടായി. കർട്ട് ആംഗിൾ ഒരു ചെയർ ഉപയോഗിച്ച് എഡ്ഡി ഗെറേറോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ റൈ മിസ്റ്റീരിയോ ഓടി വന്ന് കർട്ട് ആംഗിളിനെ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് ആ ചെയർ വാങ്ങി നിൽക്കുന്നു. എഡ്ഡി ഗെറേറോ നോക്കുമ്പോൾ റൈ മിസ്റ്റീരിയോയുടെ കയ്യിൽ അതാ ചെയർ ഇരിക്കുന്നു. എഡ്ഡി പേടിച്ചുകൊണ്ട് എന്നെ ഒന്നും ചെയ്യില്ലേ എന്നുള്ള രീതിയിൽ റേയോട് അപേക്ഷിക്കുകയുണ്ടായി. പക്ഷേ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കർട്ട് ആംഗിൾ തന്നെ വിജയിക്കുകയുണ്ടായി. പിന്നീട് നടന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ കാർലിറ്റ് ഷോ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. എഡ്ഡി ഗെറേറോയും റൈ മിസ്റ്റീരിയോയും കൂടി അവിടേക്ക് എത്തുകയുണ്ടായി. എഡ്ഡിയുടെ കാറിനൊരു പ്രശ്നമായതുകൊണ്ടാണ് MNM ഒന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ രക്ഷിക്കാൻ വരാൻ കഴിയാതിരുന്നിട്ടുണ്ടായിരുന്നതെന്ന് എഡ്ഡി പറഞ്ഞു. ഒരു സോറി കൂടി പറഞ്ഞ് കൈ കൊടുത്തിട്ടായിരുന്നു അവർ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇവരുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു. MNM-നെതിരെയായിരുന്നു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. MNM ടീമിൽ തന്നെ വുമൺ റെസ്ലർ ആയിട്ടുള്ള മെലീന ആ ഒരു മാച്ചിൽ ഇന്റർഫിയർ ചെയ്തു. മെലീനയെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എഡ്ഡി പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് റഫറി നോക്കിയിട്ടുണ്ടായിരുന്നത് മെലീനയെയും എഡ്ഡിയെയുമായിരുന്നു. MNM മിസ്റ്റീരിയോയെ ചതിച്ചുകൊണ്ട് ആരും കാണാതെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് വിജയിക്കുകയുണ്ടായി. അടുത്ത ആഴ്ച ഇതിന്റെ റീമാച്ച് നടന്നെങ്കിലും എഡ്ഡി ഗെറേറോ മിസ്റ്റീരിയോയ്ക്ക് കൈ കൊടുത്തിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ മിസ്റ്റീരിയോ ആ ഒരു മാച്ചിൽ വീണ്ടും തോൽക്കുകയുണ്ടായി. MNM മിസ്റ്റീരിയോയെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തെങ്കിലും എഡ്ഡി നോക്കി നിന്നത് മാത്രമേ ഉള്ളൂ, ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. തൊട്ടടുത്ത ആഴ്ച റൈ മിസ്റ്റീരിയോ വന്നുകൊണ്ട് നീ എന്താണ് ചെയ്തത്, നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ എഡ്ഡി പറഞ്ഞത്, എനിക്കൊന്നും തന്നെ പറയാനില്ല, അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല എന്നായിരുന്നു. നീയാണോ എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി MNM ടീമിനോട് പറഞ്ഞതെന്ന് മിസ്റ്റീരിയോ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഫൈറ്റ് ചെയ്യാം, നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ തീർക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എഡ്ഡി പറഞ്ഞു, എനിക്ക് നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു താല്പര്യവുമില്ല, ഞാൻ നീയുമായിട്ട് ഇനി ഒരിക്കലും ഫൈറ്റ് ചെയ്യുകയുമില്ല. അതേ ദിവസം തന്നെ മിസ്റ്റീരിയോയെ എഡ്ഡി ഗെറേറോ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് കണ്ടു. അറ്റാക്ക് ചെയ്തത് വെറുതെ ആയിരുന്നില്ല. ടേൺ ബക്കിളിന്റെ കോർണറിലുള്ള സ്റ്റീൽ റോഡിലേക്ക് മിസ്റ്റീരിയോ എടുത്ത് എറിയുന്ന എഡ്ഡിയായിരുന്നു നമ്മൾ കണ്ടത്. തൊട്ടടുത്ത ആഴ്ച എഡ്ഡി വന്നുകൊണ്ട് താൻ എന്തുകൊണ്ടാണ് അറ്റാക്ക് ചെയ്തത് എന്നുള്ളത് പറയുകയുണ്ടായി. മിസ്റ്റീരിയോ ഒരുപാട് തവണ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് ഫൈറ്റാണോ വേണ്ടത്, എന്നാൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്. മിസ്റ്റീരിയോ ചോദിച്ചു, ഞാനത് കൊടുത്തു. അപ്പോൾ തന്നെ ഫാൻസ് മുഴുവൻ എഡ്ഡി സാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചാൻറ്റുകളായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ നിന്നെ മാത്രമേ അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ, ഇനി നിന്റെ കുട്ടികളെയും കുടുംബത്തെയും അറ്റാക്ക് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ എന്റെ കൺമുമ്പിൽ പോലും വരരുത് എന്നുള്ളത് എഡ്ഡി അവിടെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. പക്ഷെ ആ ആഴ്ച മിസ്റ്റീരിയോ വന്നതേയില്ല. തൊട്ടടുത്ത ആഴ്ച ഒരു ബാറ്റിൽ റോയൽ നടക്കുകയുണ്ടായി. എഡ്ഡി ഗെറേറോയും ബാറ്റിൽ റോയലിൽ ഉണ്ടായിരുന്നു. എന്നാൽ മിസ്റ്റീരിയോ സർപ്രൈസ് ആയിട്ട് ആ ഒരു ബാറ്റിൽ റോയലിൽ കയറി വന്നുകൊണ്ട് എഡ്ഡി ഗെറേറോയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ബാറ്റിൽ റോയലിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുകയുണ്ടായി. എലിമിനേറ്റ് ചെയ്യുക മാത്രമല്ല, അവർ തമ്മിൽ റിംഗ് സൈഡിൽ വെച്ച് നല്ല രീതിയിൽ ഫൈറ്റ് നടന്നു. പിന്നീട് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം എഡ്ഡി ഗെറേറോ വേഴ്സസ് പോൾ ലണ്ടൻ തമ്മിലുള്ള ഒരു മാച്ച് നടന്നു. ഒരു സബ്മിഷൻ മൂവിലൂടെ എഡ്ഡി വിജയിച്ചെങ്കിലും
ആണെങ്കിലും വിജയത്തിന് ശേഷവും സബ്മിഷൻ മൂവ് വിടാൻ വേണ്ടി എഡ്ഡി തയ്യാറായില്ലായിരുന്നു. മിസ്റ്റീരിയോ അപ്പോഴേക്കും ഒരു സ്റ്റീൽ ചെയർ ഉപയോഗിച്ച് എഡ്ഡിയെ അറ്റാക്ക് ചെയ്തൊരു പരുവമാക്കി അവർ വീണ്ടും റിംഗ് സൈഡിൽ നിന്നും തല്ലുകൂടുകയുണ്ടായി. അങ്ങനെ ജൂൺ 23-ാം തീയതി നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ വെച്ച് എഡ്ഡി ഗുറൂറോ വേഴ്സസ് റേ മിസ്റ്റീരിയോ തമ്മിലുള്ള ഒരു മാച്ച് കൂടി നടന്നു. ആ ഒരു മാച്ചിലും വിജയമുണ്ടായിരുന്നത് മിസ്റ്റീരിയോയുടെ കയ്യിൽ തന്നെയായിരുന്നു. ഒരു 619 ചെയ്തുകൊണ്ട് മിസ്റ്റീരിയോ തന്നെ ആ ഒരു മാച്ചിൽ വിജയിച്ചു. പക്ഷേ തൊട്ടടുത്ത ആഴ്ച നടന്നിട്ടുണ്ടായിരുന്നതായിരുന്നു നമ്മുടെ ഈ ഒരു കഥയുടെ ഏറ്റവും പ്രധാന തുടക്കം. ഡൊമിനിക് മിസ്റ്റീരിയോ കളിക്കാൻ വേണ്ടി പോകുന്ന പ്ലേ ഗ്രൗണ്ടിൽ എഡ്ഡി ഗുറൂറോ എത്തിയിരിക്കുന്നു. ശരിക്കും വില്ലന്മാർ പോകുന്ന രീതിയിൽ, സിനിമയിലെ വില്ലന്മാരെ കാണിക്കുന്ന രീതിയിലായിരുന്നു എഡ്ഡിയെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എഡ്ഡി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എനിക്ക് തോന്നുന്നത് ഡൊമിനിക്കിന് കഥകളെല്ലാം തന്നെ ഇഷ്ടമാണ് എന്നാണ്. കിടക്കുന്ന സമയത്ത് പറയുന്ന ബെഡ് ടൈം സ്റ്റോറീസ് ഡൊമിനിക്കിന് ഭയങ്കര ഇഷ്ടമാകുമെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൊമിനിക്കിന് രഹസ്യങ്ങളും ഇഷ്ടമാണ് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഡൊമിനിക്കിനോട് തന്നെ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡൊമിനിക്കിനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുമ്പോൾ സീക്രട്ടുകൾ വളരെ ഇഷ്ടമാണ് എന്നുള്ളത് ഡൊമിനിക് പറയുന്നുണ്ട്. ബെഡ് ടൈം സ്റ്റോറീസും വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളതും ഡൊമിനിക് പറയുന്നു. ഇത് കഴിഞ്ഞതോടെ തൊട്ടടുത്ത ആഴ്ച നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ഡൗണിൽ എഡ്ഡി ഗുറൂറോയുടെ ലോക്കർ റൂമിലേക്ക് മിസ്റ്റീരിയോ പോയി. ഇനി ഒരിക്കലും എന്റെ മക്കളുടെ അടുത്തേക്ക് നീ പോകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എഡ്ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നീ എന്റെ പാർട്ണറായിട്ട് വേണം, നീ എന്റെ ടാഗ് ടീം പാർട്ണറായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും വിജയിക്കാൻ കഴിയും. കാരണം നീയും ഞാനും തമ്മിലുള്ള മത്സരങ്ങളിൽ എപ്പോഴും വിജയം നിന്റെ കയ്യിലായിരുന്നു. അപ്പോൾ നീ അല്ലാതെ വേറെ ആരാണ് എന്റെ പാർട്ണർ ആവാൻ ഏറ്റവും യോഗ്യതയുള്ളത്? അപ്പോൾ നീ എന്റെ പാർട്ണർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡൊമിനിക്കിനോടും ഈ കാണുന്ന കാണികളോടും മുഴുവൻ എനിക്ക് കുറച്ച് സീക്രട്ടുകൾ പറയേണ്ടി വരുമെന്ന് പറഞ്ഞു. റേ മിസ്റ്റീരിയോയെ പേടിപ്പെടുത്തിയപ്പോൾ മിസ്റ്റീരിയോ പറഞ്ഞു, ഞാൻ നിന്റെ പാർട്ണറായി വരാമെന്ന്. അതേ ദിവസം മിസ്റ്റീരിയോയും എഡ്ഡി ഗുറൂറോയും എംഎൻഎമ്മിനെതിരെ വീണ്ടും മത്സരിച്ചു. മത്സരത്തിൽ വിജയിക്കുമെന്നായപ്പോൾ വീണ്ടും മിസ്റ്റീരിയോയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് നീ മത്സരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ തന്നെ ആ ഒരു മാച്ചിനിടയ്ക്ക് മിസ്റ്റീരിയോയെ എഡ്ഡി ഗുറൂറോ ചതിക്കുകയുണ്ടായി. എന്നിട്ട് എംഎൻഎം മിസ്റ്റീരിയോയെ അറ്റാക്ക് ചെയ്യുന്നതും നോക്കി കാലിന്മേൽ കാൽ വെച്ച് പുറത്തിരിക്കുകയായിരുന്നു ഗുറൂറോ. പക്ഷെ അപ്പോഴേക്കും മിസ്റ്റീരിയോ ഒറ്റയ്ക്ക് എംഎൻഎമ്മിനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു മാച്ചിൽ വിജയിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും എഡ്ഡി ഗുറൂറോ വീണ്ടും വന്നു മിസ്റ്റീരിയോയെ വീണ്ടും അറ്റാക്ക് ചെയ്തു. എന്നിട്ട് എംഎൻഎമ്മിനോട് വീണ്ടും അറ്റാക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എംഎൻഎം ആ ഒരു മാച്ചിൽ വിജയിച്ചു. അടുത്തയാഴ്ച എഡ്ഡി റിങ്ങിലേക്ക് കയറി വന്നുകൊണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കഥ പറഞ്ഞു തരാം, ഒരു ബെഡ് ടൈം സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെയർ ഇട്ട് അവിടെ ഇരുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് ഡൊമിനിക്കിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ വിക്കി ഗുറൂറോയും ഇവരുടെ 2 മക്കളും കൂടി റിംഗ് സൈഡിലേക്ക് വന്നു. അപ്പോൾ എഡ്ഡി ആ സ്റ്റോറി ഒന്നും തന്നെ പറഞ്ഞില്ല. പക്ഷേ എഡ്ഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ് അമേരിക്കൻ ബാഷ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വ്യൂവിൽ റേ മിസ്റ്റീരിയോ വേഴ്സസ് എഡ്ഡി തമ്മിലുള്ള ഒരു മാച്ച് നടക്കും. ആ ഒരു മാച്ചിൽ മിസ്റ്റീരിയോ വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും തന്നെ പറയില്ല, എന്റെ കഥകളൊന്നും തന്നെ പുറത്തേക്ക് എത്തില്ല എന്നുള്ളത്. അങ്ങനെ ഗ്രേറ്റ് അമേരിക്കൻ ബാഷ് നടന്നു. ഇവർ തമ്മിലുള്ള മത്സരം തന്നെ അവിടെ നടക്കുകയുണ്ടായി. ഡൊമിനിക് മിസ്റ്റീരിയോ റിംഗ് സൈഡിൽ ഈ മാച്ചും കണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മാച്ചിന്റെ ഏറ്റവും അവസാനം എഡ്ഡി ഗുറൂറോ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള 3 അമീഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവ് ചെയ്തു, ഫ്രോഗ് സ്പ്ലാഷ് ചെയ്തു. എഡ്ഡി വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. ഡൊമിനിക്കിനെ നോക്കിക്കൊണ്ട് പിൻ ചെയ്തു. പക്ഷേ മിസ്റ്റീരിയോ ഒരു റോളപ്പ് പിന്നിലൂടെ എഡ്ഡിയെ തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു മാച്ചിൽ വിജയിച്ചു. ഡൊമിനിക്കിനെയും കൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ ഒരിക്കലും എഡ്ഡി ഗുറൂറോയ്ക്ക് ഈ കഥ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ തൊട്ടടുത്ത ആഴ്ച എഡ്ഡി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മറ്റൊരു കാര്യമായിരുന്നു. നീ എന്നെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ കഥ പറയില്ല എന്നുള്ളത് നിന്നോടും എന്റെ വൈഫിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കള്ളം പറഞ്ഞതാണ്, ഞാൻ ആ കഥ പറയാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മിസ്റ്റീരിയോ എഡ്ഡിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും എഡ്ഡി ആ സത്യം അവിടെ വെളിപ്പെടുത്തുകയുണ്ടായി. ഡൊമിനിക്, ഞാനാണ് നിന്റെ ഫാദർ, ഐ എം യുവർ പാപ്പി. അപ്പോൾ തന്നെ മിസ്റ്റീരിയോയ്ക്ക് ആകെപ്പാടെ വയ്യാണ്ടായി. മിസ്റ്റീരിയോ ഓടിപ്പോയി ഡൊമിനിക്കിനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഡൊമിനിക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് സത്യമാണോ അച്ഛാ എന്നുള്ളതായിരുന്നു. മിസ്റ്റീരിയോ ഒന്നും തന്നെ പറഞ്ഞില്ല. ഫാൻസ് മുഴുവൻ എഡ്ഡി സക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചാൻഡുകളായിട്ട് അവിടെ ഒഴുകി നടക്കുകയായിരുന്നു. ഡൊമിനിക് അവിടെ നിന്നും ഓടി കാണികളുടെ ഇടയിലൂടെ ബാക്ക് സ്റ്റേജിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ എഡ്ഡി റിങ്ങിലേക്ക് വന്നുകൊണ്ട്, ഞാൻ ഈ കഥ മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് കാണികളോട് പറഞ്ഞു. പണ്ടൊരിക്കൽ ഞാനും വിക്കിയും തമ്മിൽ തെറ്റി നടക്കുന്ന സമയം, ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഗേൾസിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരുമായിട്ടും ഞാൻ ഫിസിക്കലി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിലെ ഒരു ഗേൾ എന്റെ അടുത്ത് വന്നുകൊണ്ട് അവൾ ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ അവൾക്ക് 7ഓളം കുട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഈ കുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞതും ഞാൻ ഈ കുട്ടിയെ ഏറ്റെടുത്തു. ഇതേ സമയത്ത് എന്റെ ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന റേ മിസ്റ്റീരിയോയ്ക്കും ഭാര്യയ്ക്കും കുട്ടികൾ ഉണ്ടായിട്ടില്ലായിരുന്നു. അവർ കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ കുട്ടിയായിട്ടുള്ള ഡൊമിനിക്കിനെ റേ മിസ്റ്റീരിയോയ്ക്ക് കൊടുത്തു. അങ്ങനെയാണ് അവൻ ഡൊമിനിക് മിസ്റ്റീരിയോ ആയത്. അതോടുകൂടി ഞാൻ അച്ഛൻ എന്നുള്ളതിൽ നിന്നും അങ്കിൾ എഡ്ഡി എന്നുള്ള രീതിയിലേക്ക് മാറുകയുണ്ടായി. എന്തായാലും അടുത്ത ആഴ്ച ഇതിന്റെ ചാപ്റ്റർ 2 ആയിട്ട് ഞാൻ വരുന്നതാണ് എന്ന് എഡ്ഡി പറഞ്ഞു. അടുത്ത ആഴ്ച റിങ്ങിലേക്ക് റേ മിസ്റ്റീരിയോ എത്തിക്കൊണ്ട് ഇതിന്റെ ബാക്കി എന്താണെന്നുള്ളത് ചോദിച്ചു. എഡ്ഡിയുടെ കൂടെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. ലീഗൽ കാര്യങ്ങളെല്ലാം തന്നെ പറയാൻ വേണ്ടിയിട്ട് എഡ്ഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു വുമൺ ആയിരുന്നു അത്. ആ ഒരു പെൺകുട്ടി റേ മിസ്റ്റീരിയോയ്ക്ക് ഒരു ബുക്ക് കൊടുക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അതിലൊരു പേപ്പറുണ്ട്, ആ പേപ്പറിന്റെ അകത്ത് ഡൊമിനിക്കിനെ എനിക്ക് വിട്ടുതരണം എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് എന്നായിരുന്നു. അതാണ് ചാപ്റ്റർ 2, ഡൊമിനിക്കിനെ എന്റെ കസ്റ്റഡിയിൽ വിട്ടുതരണം. മിസ്റ്റീരിയോ വളരെയധികം സങ്കടപ്പെട്ടു. തൊട്ടടുത്ത ആഴ്ച മിസ്റ്റീരിയോ അദ്ദേഹത്തിന്റെ വൈഫും ഡൊമിനിക്കും കൂടി റിംഗിൽ നിന്നു. എഡ്ഡി മറ്റൊരു ലീഗൽ പേഴ്സണുമായിട്ട് റിംഗിലേക്ക് വരികയുണ്ടായി. രണ്ടുപേരും നല്ല രീതിയിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു. മിസ്റ്റീരിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എഡ്ഡി നീ ഹോൾ ഓഫ് ഫെയിമർ ആകും, പക്ഷെ ഒരിക്കലും നിനക്ക് റേ മിസ്റ്റീരിയോയെ തോൽപ്പിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും ഹോൾ ഓഫ് ഫെയിമിലേക്ക് പോകാൻ വേണ്ടി കഴിയുന്നത് എന്നെല്ലാം തന്നെ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തി. സമ്മർ സ്ലാമിൽ ഇവർ തമ്മിൽ ഒരു മാച്ച്, ഡൊമിനിക്കിനെ കസ്റ്റഡിയിൽ വിട്ടുതരാൻ
കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു മാച്ചിൽ ആര് വിജയിക്കുന്നോ അവർക്ക് ഡൊമിനിക്കിനെ കൊണ്ടുപോകാം. അതായത് അവരായിരിക്കും ഡൊമിനിക്കിന്റെ അച്ഛൻ എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു മാച്ച് നടക്കുക. പിന്നീട് എഡ്ഡി തന്നെ പറയുകയുണ്ടായി, ഈ ഒരു ഡൊമിനിക്കിന് വേണ്ടിയിട്ടുള്ള മാച്ച് ഒരു ലാഡർ മാച്ച് ആയിരിക്കട്ടെ, ആ ഒരു ലാഡറിന്റെ മുകളിൽ കയറിയിട്ട് കസ്റ്റഡി പേപ്പർ ആരാണോ സ്വന്തമാക്കുന്നത് അവർക്ക് ഡൊമിനിക്കിന് കിട്ടട്ടെ എന്നുള്ളത് എനിക്ക് എന്റെ മകനെ വളരെയധികം ഇഷ്ടമാണ്, അതുകൊണ്ട് ഈ പേപ്പർ എനിക്ക് തന്നെ കിട്ടുമെന്നുള്ളതും എഡ്ഡി പറഞ്ഞു. അങ്ങനെ സമ്മർസ്ലാം നടന്നു. എഡ്ഡി ഗെറിറോ വേഴ്സസ് മിസ്റ്റീരിയോ തമ്മിലുള്ള മാച്ച്. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം എഡ്ഡി വിജയിക്കുമെന്നുള്ളത് 100% ഉറപ്പായിരിക്കുന്നു. എഡ്ഡി ലാഡറിന്റെ മുകളിലേക്ക് പതിയെ കയറി കസ്റ്റഡി പേപ്പർ കൈ കൊണ്ട് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അതാ വരുന്നു എഡ്ഡിയുടെ ഭാര്യയായിട്ടുള്ള വിക്കി ഗെറിറോ. വിക്കി വന്നുകൊണ്ട് എഡ്ഡി നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ആ ഒരു ലാഡർ തള്ളി താഴെയിട്ടു. അതായത് എഡ്ഡി താഴേക്ക് വീണു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് റൈ മിസ്റ്റീരിയോ ലാഡറിന്റെ മുകളിൽ കയറി കസ്റ്റഡി പേപ്പർ സ്വന്തമാക്കാൻ ശ്രമിച്ചു. എഡ്ഡി എങ്ങനെയൊക്കെയോ വലിഞ്ഞു മുറുകി റൈ മിസ്റ്റീരിയോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും വിക്കി ഗെറിറോ എഡ്ഡിയുടെ കാല് പിടിച്ച് പുറകിലേക്ക് വലിച്ചിട്ടു. അതോടെ റൈ മിസ്റ്റീരിയോ ആ ഒരു മാച്ചിൽ വിജയിച്ചു. ഡൊമിനിക്കിനെ റൈ മിസ്റ്റീരിയോ തന്നെ സ്വന്തമാക്കുകയുണ്ടായി. ഇതായിരുന്നു കസ്റ്റഡി ഓഫ് ഡൊമിനിക് മിസ്റ്റീരിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കിഡിലൻ സ്റ്റോറി ലൈൻ്റെ മുഴുവൻ കഥ. അന്ന് നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു കുട്ടിയാണ് ഇപ്പോഴത്തെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആയിട്ടുള്ള ഈ ഡൊമിനിക് മിസ്റ്റീരിയോ. എന്തായാലും WWE കൊണ്ടുവന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്റ്റോറി ലൈനുകളിൽ ഒന്ന് തന്നെയായിരുന്നു കസ്റ്റഡി ഓഫ് ഡൊമിനിക് മിസ്റ്റീരിയോ. പക്ഷേ ഈ സ്റ്റോറി ലൈൻ എല്ലാം തന്നെ ചെയ്ത് വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ എഡ്ഡി ഗെറിറോ നമ്മളെ എല്ലാവരെയും തന്നെ വിട്ടു പോവുകയുണ്ടായി. റെസ്റ്റ് ഇൻ പീസ് എഡ്ഡി ഗെറിറോ. അടുത്ത ആഴ്ച ഇതുപോലെയുള്ള നല്ല കിഡിലൻ സ്റ്റോറി ലൈനുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ഗായ്.